ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനാണ് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. അന്നത്തെ ജനസമൂഹം സംസാരിച്ചിരുന്ന ഭാഷ അത് അരമായ ഭാഷയായിരുന്നു. അവർക്ക് ആർക്കും ഹെബ്രായ അല്ലെങ്കിൽ ഹീബ്രു ഭാഷ അറിയില്ലായിരുന്നു. ആ ഹെബ്രായ ഭാഷ അറിയുന്നവരാണ് ഫരിസീയരും അതുപോലെ തന്നെ നിയമജ്ഞരും. അവരാണ് ഈ വിശുദ്ധ ലിഖിതം മറ്റുള്ളവർക്ക് വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്നത് കേട്ട ഒരു അറിവ് മാത്രമേ അന്നത്തെ ആ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും വായിച്ച അറിവ് അവർക്കില്ല. കാരണം അവർക്ക് ഹെബ്രായ ഭാഷ അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഈശോ ജനങ്ങൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും പുതിയ നിയമങ്ങൾ ഈശോ സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഉണ്ടായിരുന്ന നിയമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഇവിടെ ഈശോനാഥൻ ചെയ്യുക. വ്യഭിചാരം ചെയ്യരുത് എന്ന നിയമം മാത്രമല്ല, മറിച്ച് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവനും അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നുകൂടി ഈശോ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. ഈ സുവിശേഷ ഭാഗത്ത് വലതു കണ്ണ് നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് ചുഴിഞ്ഞെടുത്ത് എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യത്തിൽ പ്രലോഭനങ്ങളെ ഒഴിവാക്കുവാൻ ആവശ്യമെങ്കിൽ കണ്ണോ വലതുകരമോ നഷ്ടപ്പെടുത്തുക എന്ന വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ളതല്ല. മനുഷ്യൻ വ്യഭിചാരം എന്ന പാപത്തിലേക്കുള്ള അവസരങ്ങൾ ഒഴിവാക്കേണ്ടതിൻ്റെ ഗൗരവം അവനെ ബോധ്യപ്പെടുത്തുവാനും കണ്ണുകൊണ്ടോ ഹൃദയത്തിലോ വ്യഭിചാരം ചെയ്യാതിരിക്കാൻ എപ്രകാരം ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുകയുമാണ് ഈ സുവിശേഷ ഭാഗത്ത് ഈശോ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരിക. മോശയുടെ നിയമമനുസരിച്ച് ഭാര്യയെ ഉപേക്ഷിക്കുക ഭർത്താവിന് വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 24-ാം അധ്യായം 1-ാമത്തെ തിരുവചനം പറഞ്ഞു വെക്കുന്നതനുസരിച്ച് ഒരുവൻ വിവാഹിതനായ ശേഷം ഭാര്യയിൽ എന്തെങ്കിലും തെറ്റ് കണ്ട് അവന് അവളോട് ഇഷ്ടമല്ലാതായാൽ ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. ഈ നിയമം ഏകപക്ഷീയമായി ഭർത്താക്കന്മാരെ അനുകൂലിക്കുന്നതായിരുന്നു. മേൽപ്പറഞ്ഞ ഉപേക്ഷാപത്രം കൊടുക്കുന്നത് ഇനി അവൾക്ക് ഭർത്താവിൽ അവകാശമില്ലെന്ന് വ്യക്തമാക്കാനായിരുന്നു. ഭർത്താവിൻ്റെ സമ്പത്തിൻ്റെ ഭാഗമായി കരുതപ്പെട്ടിരുന്ന ഭാര്യയ്ക്ക് ഇവിടെ നീതി ലഭിക്കുന്നില്ല. ഈ നിയമത്തെയാണ് യേശു ദൈവഹിതമനുസരിച്ച് വ്യാഖ്യാനിക്കുക. അതുവഴി അവിടുന്ന് നിയമത്തെ പൂർത്തിയാക്കുന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ കുറ്റക്കാരനാണെന്ന് യേശു കണ്ടെത്തുന്നു. കാരണം അവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവൾ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നിർബന്ധിതയായി തീരുന്നു. അവർ ഇരുവരും വ്യഭിചാരം ചെയ്യുന്നു. ഇതുവഴി യേശു വിവാഹബന്ധത്തിൻ്റെ ഉപേക്ഷാപത്രം കൊടുത്തതുകൊണ്ട് വിവാഹബന്ധം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടാണ് ഉപേക്ഷാപത്രം ലഭിച്ച സ്ത്രീ വിവാഹം ചെയ്യുമ്പോൾ ഇരുവരും വ്യഭിചാരം ചെയ്യുന്നു എന്ന് യേശു തറപ്പിച്ച് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വ്യവസ്ഥ പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിക്കാറുണ്ട്. ഈശോ വളരെ ഗൗരവത്തോടെയാണ് ഇവിടെ വിവാഹബന്ധത്തിൻ്റെ പിരിക്കാനാവാത്ത ആ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. പരസംഗം മൂലമല്ലാതെ എന്നതാണ് ആശയം സൃഷ്ടിക്കുന്ന വ്യവസ്ഥ. പരസംഗം മൂലം ഭാര്യ ഉപേക്ഷിക്കുക അനുവദനീയമാണെന്നു വരികയല്ലേ എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, യേശു വിവാഹത്തിൻ്റെ അവിഭാജ്യതയെ ഊന്നിപ്പറയുന്നു. 3 സുവിശേഷകന്മാർ, അതായത് മത്തായി, മർക്കോസ്, ലൂക്ക എന്നിവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരണം നൽകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ വ്യാഖ്യാനം കാണാവുന്നതാണ്. ഇത്രയും ഗൗരവത്തോടെ യേശു വിവാഹത്തിൻ്റെ അവിഭാജ്യതയെ ഊന്നി പറയുമ്പോൾ പരസംഗം കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കണമെന്ന് യേശു പറയുവാനായിട്ട് സാധ്യതയില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അന്ധന് കാഴ്ച നൽകിയവൻ നമ്മുടെ കണ്ണുകൾ നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കരം ശോഷിച്ചവന് സൗഖ്യം നൽകിയവൻ നമ്മുടെ കരം നഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ദുരാശകളെ നമുക്ക് മാറ്റിവെക്കാം, പകരം ആശകളെ കൊണ്ട് നിറയ്ക്കാം.
യേശുവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുവാനുള്ള ആശകളെ കൊണ്ട്, സ്വർഗരാജ്യം കാണുവാനുള്ള ആശയെ കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം എപ്പോഴും പരസ്പര ധാരണയിലും ഐക്യത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.